സിമ്പിളായിട്ട് പറയാം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം. കാരണം ക്വാളിഫിക്കേഷൻ മാറുംതോറും സിലബസിൽ വ്യത്യാസം വരും. അത് ഡിഗ്രി ലെവലാണോ, 10th ലെവലാണോ, +2 ലെവലാണോ, ഏതാണോ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ, അതിനെപ്പറ്റി ഒരു ഐഡിയ വേണം. ഐഡിയ വേണമെങ്കിൽ നമ്മളതിൽ ആദ്യം സിലബസ് വേണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. നമ്മൾ ആ പ്രിൻ്റ് ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 3-4 പേപ്പറെങ്കിലും ഉണ്ടാവും. അതിൽ ഓരോ സബ്ജക്റ്റും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ ഹിസ്റ്ററി, സയൻസ് പോലുള്ള സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവലൂടെ നോക്കുന്ന ഒരാളാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിനോട് പരിഗണന കൊടുക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഇപ്പോൾ സിലബസിൽ നിന്ന് നമ്മൾ സയൻസ് ടോപ്പിക്സ് പഠിക്കുമ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റർ കൂടെ വായിച്ച് പോകണമെന്നുള്ളത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. കാണണമെന്നൊന്നുമില്ല, നിങ്ങൾക്കിത് സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് പഠിക്കുമ്പോൾ നമുക്കിതും വെച്ചുകൊണ്ട് തോനെ നേരെ ഇരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഏത് ഏരിയയിൽ നിന്നാണെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് ആ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു പോകണം. മസ്റ്റായിട്ട് വേണ്ടത് ഒരു സിലബസ് തന്നെയാണ്. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു റാങ്ക് ഫയൽ ഡിപ്പെൻഡ് ചെയ്യണം. റാങ്ക് ഫയൽ ഒരു കംപ്ലീറ്റഡ് വെർഷൻ ആയിരിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കും ഉള്ള കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊരു നല്ല കാര്യമാണ് പഠിക്കാനായിട്ട്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ PSC ബുള്ളറ്റിനൊക്കെ നോക്കുന്നത് നല്ലൊരു കാര്യമാണ്. മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്സ് ഫുള്ള് പഠിക്കണമെന്നൊന്നുമില്ല മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് നല്ലൊരു കാര്യമാണ്. നമുക്ക് തെറ്റുന്ന ചോദ്യങ്ങൾ ഏതാണോ അത് കണ്ടെത്തി ആ ഒരു ഏരിയകളെ പഠിച്ച് പോകാൻ പറ്റും. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളതും വീക്കായിട്ടുള്ളതുമായിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടെത്തണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മ വരുമ്പോൾ നമുക്കെല്ലാം ആ ഒരു സബ്ജക്റ്റിലുള്ള എല്ലാ കാര്യവും അറിയാം എന്നുള്ള ഒരു ഫീൽ വരും. പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുന്നത് നമ്മളൊരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുമ്പോഴോ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴോ നമുക്കറിയാമെന്ന് പറഞ്ഞ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്കിപ്പ് അടിച്ചു പോയ സബ്ജക്റ്റുകളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് മാർക്കുകൾ വരുമ്പോഴായിരിക്കും. ഈ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളതും വീക്കായിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ തെറ്റുന്ന ഏതാണെന്നുള്ളത് നമുക്ക് ആ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ സിലബസ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളതെന്ന് ആദ്യം പറയാം. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ സിലബസ് കിട്ടുകയാണ്. എക്സാമ്പിളായിട്ട് എക്സൈസിൻ്റെ സിലബസ് എടുക്കുകയാണ്, അതിൻ്റെ പ്രിൻ്റ് ഔട്ട്. ഇതിൽ തുടക്കം വരണമെന്ന് ചരിത്രത്തിൽ തുടങ്ങി സ്പെഷ്യൽ ടോപ്പിക്കിൽ അവസാനിക്കും. അപ്പോൾ ആ ആൾ ചിന്തിക്കുകയാണ്, അപ്പോൾ ചരിത്രം തൊട്ട് പഠിച്ചു തുടങ്ങാം, അവസാനം സ്പെഷ്യൽ ടോപ്പിക് വരെ A to Z കാര്യം പഠിക്കാം എന്ന ചിന്താഗതിയിൽ പഠിക്കുകയാണെന്ന് വെച്ചോ, അതൊരു മണ്ടത്തരമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്നതിലുപരി തുച്ഛമായ സമയം കൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് തോനെ മാർക്ക് സ്കോർ ചെയ്യാം, കുറേ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നായിരിക്കണം ചിന്തിക്കാനുള്ള. അതിന് നമ്മൾ ആദ്യം നോക്കാനുള്ള കാര്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. എക്സൈസിൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ 100 മാർക്കിന് ചോദ്യം. ഈ 100 മാർക്കിലെ ചോദ്യത്തിൽ 20 മാർക്കിൻ്റെ ചോദ്യം, അതായത് 20 ചോദ്യങ്ങൾ വരാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഓരോ സബ്ജക്റ്റും 10 മാർക്കിന് ചോദ്യം വരും. 10 ചോദ്യം വെച്ച് വരും. അതായത് കറണ്ട് അഫയേഴ്സ് 10 ചോദ്യം വരും, മാത്സ് 10 ചോദ്യം വരും, ഇംഗ്ലീഷ് 10 ചോദ്യം വരും, മലയാളം 10, സ്പെഷ്യൽ ടോപ്പിക് 20, അങ്ങനെ 60 ചോദ്യങ്ങൾ, 60 മാർക്കിന് ചോദ്യം ഈ 5 സബ്ജക്റ്റിൽ നിന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 5 എണ്ണത്തിനും പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതുമായ 2 സബ്ജക്റ്റാണ്. ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, 2 എക്കണോമിക്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ നിന്ന് 8 ചോദ്യങ്ങൾ വരും, 8 മാർക്കിന് ചോദ്യം വരും. എക്കണോമിക്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ വരും. ഇത് രണ്ടും നമ്മുടെ രാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ലോജിക്ക് വെച്ചെങ്കിലും നമുക്ക് ആ ഒരു ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഈ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇതിലുള്ള ഒരുപാട് കാണാതെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. വർഷം വരുന്നുണ്ട്, വകുപ്പുകൾ വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിലൊക്കെ ചില ഓപ്ഷൻസ് നമുക്കതൊന്ന് ഇത് ശരിയാവില്ല, ശരിയാവാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ പോലും ആ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ നമ്മളിത് പഠിച്ചിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒന്ന് വായിച്ചെങ്കിലും നോക്കി വെച്ചേക്കണം. നമ്മൾ ഇത്ര ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത്ര ദിവസം കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിന് പ്രാധാന്യം കൊടുക്കണം എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മെയ് 17 മറ്റോ എക്സൈസിൻ്റെ പരീക്ഷ വരുന്നുണ്ട്, ഡിഗ്രി പ്രിലിംസ്, അത് ഇത് അങ്ങനെ പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ
നമ്മളിങ്ങനെ ചിന്തിക്കണം, ഇത്ര സമയം കൊണ്ട് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് തെറ്റുന്ന ചോദ്യങ്ങൾ, അത് തെറ്റിയത് എങ്ങനെ തെറ്റി, അത് ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്കിൽ വരുന്നതാണ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അങ്ങനെ പഠിച്ചു പോയാൽ തന്നെ നല്ലൊരു മാർക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും.